ഇത് നിന്റെ കഴുത്തിൽ കിടക്കുന്ന കാലത്തോളം നിനക്ക് വിശ്വസിക്കാം ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന്. ഒരുപാട് പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിനെ ഒന്നും നീ വകവെക്കരുത്. ഞാൻ ഈ കെട്ടിയ താലി അത് സത്യമാണെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കും. നിന്നെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരിക്കും. കാരണം നീ എന്റെ ഭാര്യയാണ്. മോനെ, ഇപ്പൊ ഒന്നും ചോദിക്കണ്ട. അവള് വന്നല്ലോ, കുറച്ചു കഴിഞ്ഞ് കാര്യങ്ങൾ സമാധാനമായിട്ട് ചോദിക്കാം. മാറി നിൽക്കാൻ വെച്ചങ്ങോട്ട് സമാധാനം. ബാക്കിയുള്ളവരുടെ മനസമാധാനം കെടുത്തിയിട്ട് അവൾക്ക് സമാധാനം കൊടുക്കണമെന്നോ? ഇന്നവളുടെ കൊരവള്ളി ഞാൻ പൊട്ടിക്കും. ഇപ്പൊ തൽക്കാലം അവളോടൊന്നും ചോദിക്കണ്ട. എൽസമ്മ ചെല്ല്. എവിടെയായിരുന്നു രീതി? നീ അവന്റെ കൂടെ എവിടെ കറങ്ങാൻ പോയിരുന്നെന്ന് പറയടി. ചോദിച്ചേട്ടില്ലേ? പറയടി. പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് തീർക്കും. എന്താണ് ഇത്? ഇങ്ങനെയാണോ വിവാഹപ്രായം എത്തിയ പെൺകുട്ടികളോട് പെരുമാറുന്നേ? അതിനൊക്കെ ഒരു മയം വേണ്ടേ? മയമോ? ഇവളുടെ അടുത്തോ? അപ്പനെന്താ അപ്പൊ നോക്കി നിൽക്കുന്നത്? രണ്ട് പൊട്ടിക്കപ്പിയുള്ള കാരണം നോക്കി. അവളുടെ ഒരു പ്രേമം. മോളെ ഡെയ്സി, മഹേന്ദ്രന് വേണ്ടി ഒരു കുഴി കുത്തണമെന്ന് ഞാൻ പണ്ടേ വിചാരിച്ചതാണ്. ഇപ്പൊ നീയായിട്ട് എന്നെ കൊണ്ട് തന്നെ അതിൽ അവന്റെ മകനെ കൂടി ഇടിയിക്കും. അച്ഛനും മകനും കൂടി അന്ത്യവിശ്രമം കൊള്ളാൻ പ്ലാമൂട്ടിൽ യോഹന്നാന്റെ വക ഒരു കല്ലറ. ഈ കാണാൻ വരുന്നവർക്ക് ഒരു എളുപ്പം, ഇടയ്ക്കൊന്ന് ഇടിച്ച് കരഞ്ഞ് സങ്കടം പറയാൻ വരുന്നവർക്കും സൗകര്യം. ഇങ്ങോട്ട് നോക്കുമോളെ. അതെ, എന്റെ മോൾ അപ്പനെ കൊണ്ട് ചെയ്യിക്കണം. അപ്പ ഒരു വട്ടല്ലേ അപ്പനെ കൊല്ലാൻ പറ്റൂ. അപ്പം കൊന്നു. എന്നാലും ശിവനില്ലാതെ മറ്റൊരു ജീവിതം എനിക്കില്ല. തീർക്കുമെന്ന് പറഞ്ഞാലും തീരില്ലല്ലോ. നിനക്ക് അവനോടുള്ള ഒടുക്കത്തെ ഒരു പ്രണയം. ഇവളെ അങ്ങ് കൊന്നു കളഞ്ഞാലോടാ. ഇങ്ങനെയുള്ള മക്കൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? ഇവക്കൊരു അബദ്ധം പറ്റി. അത് ഇവളെ കൊണ്ട് ഞാൻ തിരുത്തിക്കാന്നേ. പിന്നെ നിങ്ങൾ അപ്പനും മോനും കയ്യാങ്കളിയുടെ ആൾക്കാരാ. പക്ഷെ ഞാനുണ്ടല്ലോ സമാധാനത്തിന്റെ ലൈനാ. പറഞ്ഞ് മനസ്സിലാക്കി ഡെയ്സിയെ ഞാൻ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാന്നേ. എന്നെന്താ വിശ്വാസമില്ലേ? ഡേവിസ്, ഇവളോട് മര്യാദയുടെ ഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല പൊട്ടിക്കൽ വെച്ചു കൊടുത്താലേ ഇവള് നേരെ പോവും. നോക്കാന്നേ, നിങ്ങൾ എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കേ. ഞാൻ മിന്നു കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ ഇവള്. ഞാൻ പറഞ്ഞ ഇവക്ക് അങ്ങനെ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനാണ് ഭാവമെങ്കിൽ പൊന്നു മോളെ, നീ ജനിച്ചിട്ടില്ല എന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കും. ആന്റണി ചെല്ല്, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം.
നീ ഇവിടെ ഇല്ലായിരുന്നു അല്ലേ? അവന്റെ ഒപ്പം ആയിരുന്നു അവൻ എന്നോട് നേരിട്ട് പറഞ്ഞു. പറ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങൾക്ക് പല ഉദ്ദേശമുണ്ട്. അതൊക്കെ പറഞ്ഞു നടക്കുന്ന മോശമല്ലേ ഡേവിസേ? അപ്പോ കാര്യഗൗരവത്തോടു കൂടി തന്നെയാ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ലേ? ദേ, നിർത്തിക്കോണം നിന്റെ കറക്കം മുഴുവൻ. ഇനി അവന്റെ കൂടെ പോയെന്നെങ്ങാനും ഞാൻ അറിഞ്ഞാൽ ഡേവിസിന്റെ ഈ മുഖം ആയിരിക്കല്ല നീ കാണുന്നത്. ശിവൻ വിളിച്ചാലേ എവിടേക്കാണെങ്കിലും ഞാൻ പോവും. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ അവന്റെ കൂടെ പോയിരിക്കും. നീ അവനെ മനസ്സിൽ കയറ്റി വെച്ചുകൊണ്ട് നടന്നാ പിന്നെ എന്തിനാണ് ഞാൻ നിന്നെ കെട്ടുന്നേ? എന്റെ കൂടെ മാത്രമേ നീ ജീവിക്കൂ. അല്ലെങ്കിൽ ഞാൻ നിനക്ക് വിധിക്കുന്നത് പെടുമരണമാണ്. പെടുമരണം. അത് നീ എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. അപ്പ ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യണ്ടേ? വരട്ടെ, പറയാം. ഡേവിസ് നമ്മളോടൊപ്പം നിൽക്കുന്നിടത്തോളം കാലം പേടിക്കണ്ട.